പാർലമെന്റ് ആക്രമണത്തിൽ പ്രതിയുടെ വീട്ടിൽ പരിശോധന. നീലം ആസാദിന്റെ വീട്ടിലാണ് ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘം പരിശോധന നടത്തുന്നത്. ഹരിയാനയിലെ ജിന്ദിലാണ് പരിശോധന. ജിൽബിയുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ജിൽബി, എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? കീർത്തി, പാർലമെന്റ് ആക്രമണത്തിൽ ഇപ്പോൾ ഈ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയുടെ ചുരുളഴിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പ്രധാനമായിട്ടും ഈ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ത്, ശത്രുരാജ്യങ്ങളുടെ പങ്കുണ്ടോ, അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായിട്ടും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന അതോടൊപ്പം തെളിവെടുപ്പും ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നീലം ആസാദിന്റെ ഹരിയാനയിലെ ജിദ്ദിലെ വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മാതാപിതാക്കളെ ചോദ്യം ചെയ്തു, അതുപോലെ തന്നെ അവരുടെ റൂമുകളടക്കം പരിശോധിച്ച് തെളിവെടുപ്പ് നടത്തിയെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രനായ ലളിത് ഷായുടെയും അതുപോലെ തന്നെ സാഗർ ശർമ്മയുടെ ലക്നൌവിലെ വീട്ടിലെത്തിയും പോലീസ് പരിശോധന നടത്തിയിരുന്നു. അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നു. കാരണം ഈ ലളിത് ഷായുടെ മുകളിൽ മുഖ്യ സൂത്രനായ ലളിത് ഷായാണ് ഈ ഗൂഢാലോചന നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതിനും മുകളിൽ ആരെങ്കിലും ഉണ്ടോ, കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. നിലവിൽ 6 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ഒറ്റയ്ക്കിരുത്തിയും അതുപോലെ തന്നെ ഒരുമിച്ചിരുത്തിയുമുള്ള ചോദ്യം ചെയ്യലൊക്കെ തുടരുകയാണ്. കാരണം മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ നമുക്കറിയാം, ഈ സാഗർ ശർമ്മയ്ക്കും മനോരഞ്ജനും അകത്ത് കയറാനുള്ള പാസ് നൽകിയത് BJP MP പ്രതാപ് സിംഹയാണ്. ഈ MPയെ ഉടൻ തന്നെ പോലീസ് വിശദമായ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ ഈ പ്രതാപ് സിംഹ ഡൽഹിയിലില്ല. അതിനാൽ തന്നെ ഉടൻ തന്നെ വലിയ ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നേക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പാർലമെന്റിലടക്കം ഈ വിഷയം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാക്കി ഉയർത്താൻ ഇപ്പോൾ പ്രതിപക്ഷം മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. ഇന്ത്യ മുന്നണി ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കും. കാരണം സഭ നിർത്തിവെച്ച് ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കാരണം ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് പ്രസ്താവന നടത്താൻ തയ്യാറല്ല. പകരം അവർ പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല, അന്വേഷണം ഇതിലുണ്ടാവും, ഗൗരവതരമായ വിഷയമാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട്, ഇത് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കീഴിൽ വരുന്ന വിഷയമാണ്, അതിനാൽ സർക്കാർ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു പ്രസ്താവന നടത്താനോ അല്ലെങ്കിൽ ഇത് വെറും ഒരു സുരക്ഷാ വീഴ്ചയാണെന്ന് കാണിച്ചുകൊണ്ട് അത്തരത്തിൽ വിഷയത്തെ ലഘൂകരിക്കാനുള്ള വരികയാണെങ്കിൽ ലളിത് ജായ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ലളിത് ജായ്ക്ക് മുകളിൽ മറ്റ് ആളുകൾ ഉണ്ടെന്ന് തന്നെയാണോ പോലീസ് സംശയിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നത് ആ ഒരു തരത്തിലാണോ? കീർത്തി, അതായത് ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലളിത് ഷായാണെന്ന് ചോദ്യം ചെയ്യലിലൂടെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലളിത് ഷായുടെ മൊഴിയിൽ നിന്നും അത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ലളിത് ഷായ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ മുകളിൽ ഒരു വേറൊരു സംഘം അല്ലെങ്കിൽ മറ്റ് സംഘടനകളുമായിട്ടും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, നേതാക്കളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് പോലീസിന് ഇപ്പോൾ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ലളിത് ഷായുടെ മുകളിലും ആളുകൾ ഉണ്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരൂവെന്നുമാണ് ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷണം നടത്തി തെളിവുകൾ നടത്തിയ ശേഷം ഒപ്പം ഈ പാർലമെന്റിലടക്കം അന്ന് നടന്ന ആക്രമണം പുനരാവിഷ്കരിച്ച് ഇവരെങ്ങനെ അകത്ത് കയറി, എങ്ങനെ ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കാര്യങ്ങൾ പരിശോധിക്കും. ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും നിലവിൽ ഈ അന്വേഷണം വ്യാപകമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലും തുടരുകയാണ്. ശരി, ജിൽബിയാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.